ഏവരെയും മറ്റൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നവംബർ 27-ന് ഹിസ്ബുള്ളയും ഇസ്രായേലുമായിട്ടുള്ള വെടിനിർത്തൽ കരാർ ആരംഭിച്ചുവെങ്കിലും നിരന്തരമായി ഇസ്രായേൽ ലെബനനെ ആക്രമിക്കുന്നതും അന്താരാഷ്ട്ര സമൂഹം അതിന് വിലക്കുകൾ ഏർപ്പെടുത്താത്തതിലും പ്രതിഷേധിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ വീണ്ടും യുദ്ധം പുനരാരംഭിക്കാൻ തീരുമാനിച്ചതായി ഹിസ്ബുള്ളയുടെ മുഖപത്രമായ അൽ അഖ്ബാറിൻ്റെ ചീഫ് എഡിറ്ററായ ഇബ്രാഹിം അൽ അമീൻ പറയുന്നു. തെക്കൻ ലെബനോനിൽ ഇസ്രായേൽ വ്യാപകമായ നാശമുണ്ടാക്കുകയും ലെബനോനികളെ അവരുടെ വീടുകളിലേക്ക് മടങ്ങുന്നതിൽ നിന്നും അവരെ തടയുകയും ചെയ്യുകയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് തീർച്ചയായും ഒരു അറുതി ഉണ്ടാവണം. അതുകൊണ്ട് ഇസ്രായേലുമായി ഒരു യുദ്ധം പുനരാരംഭിക്കുക എന്നതാണ് ഹിസ്ബുള്ളയുടെ തീരുമാനം. ലെബനോനികൾ ഇനിയൊരു യുദ്ധത്തിന് ആഗ്രഹിക്കുന്നില്ലെങ്കിലും അവർ പലായനത്തെ മടുത്തിരിക്കുകയാണ്. എന്നാൽ സയനിസ്റ്റുകളുമായിട്ടുള്ള യുദ്ധം പലായനത്തേക്കാൾ ലാഭകരമാണ് എന്ന് അവർ ചിന്തിക്കുന്നത് കൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ ലെബനോനികളിൽ ഭൂരിഭാഗവും താൽപ്പര്യപ്പെടുന്നു എന്നാണ് ഹിസ്ബുള്ളയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും ഇസ്രായേലുമായി ഒരു യുദ്ധത്തിന് തയ്യാറാവുകയാണ്. പ്രതിരോധം മാത്രമാണ് ഞങ്ങൾക്കുള്ള ഏക പരിഹാര മാർഗം. അത് ഞങ്ങൾ നിർവഹിക്കും. വെടിനിർത്തൽ കരാർ നടപ്പിലായതിനു ശേഷം 44-ലധികം ഹിസ്ബുള്ള പോരാളികളെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയിട്ടുള്ളത്. അതിന് ഞങ്ങൾ പകരം വീട്ടും. അല്ലമീൻ പറയുന്നതനുസരിച്ച് 14 മാസത്തെ യുദ്ധം കൊണ്ട് ഇസ്രായേലിൻ്റെ അതിർത്തി നഗരങ്ങളിൽ വ്യാപകമായ നാശനഷ്ടമാണ് ഹിസ്ബുള്ള വരുത്തിയിരിക്കുന്നത്. ഇനിയും അത് തുടരേണ്ടതുണ്ട്. അല്ലാതെ ഇസ്രായേൽ ലെബനോന് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കില്ല. അതിന് ഞങ്ങൾ നിർബന്ധിതമാവുകയാണ്. അന്താരാഷ്ട്ര സമൂഹം ഞങ്ങളെ വിമർശിച്ചാലും ഞങ്ങളത് കാര്യമാക്കുന്നില്ല എന്ന് ഹിസ്ബുള്ള അവരുടെ മുഖപത്രത്തിലൂടെ പ്രത്യേകം പറയുന്നു. കഴിഞ്ഞ നവംബർ 27-ന് ഒപ്പുവെച്ച ലെബനോൻ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ അനുസരിച്ച് ജനുവരി അവസാനത്തോടെ ഇസ്രായേൽ സൈന്യം ലെബനോനിൽ നിന്നും പിൻവാങ്ങേണ്ടതുണ്ട്. എന്നാൽ അവർ അതിന് തയ്യാറല്ല എന്നാണ് IDF സൂചനകൾ നൽകുന്നത്. ഇത് ഞങ്ങൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഞങ്ങൾക്ക് ഇനി കാത്തിരിക്കാൻ വയ്യ. അതുകൊണ്ട് സയനിസ്റ്റുകൾക്കെതിരായി ഞങ്ങൾ ആയുധമെടുക്കുകയാണ്. ഇതിനെ വിമർശിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലനിൽപ്പാണ് പ്രധാനം. ഞങ്ങളുടെ ആളുകളെ അവർ കൊന്നൊടുക്കുകയാണ്. ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹം യാതൊരു വിധത്തിലും ഇസ്രായേലിനെ തടയുന്നുമില്ല. വടക്കേ ഹൂത്തികളിൽ നിന്നും തുടർച്ചയായുള്ള ആക്രമണം ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെയധികം നാശനഷ്ടങ്ങളാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തെക്ക് നിന്നുള്ള ഞങ്ങളുടെ ആക്രമണവും ഇസ്രായേലിനെ തടയാനാവില്ല. ഇപ്പോൾ തന്നെ ഇസ്രായേലിൻ്റെ അയൺ ഡോമുകൾ നിശ്ചലമാണ്. കൂടാതെ ഹൂത്തികളുടെ ആക്രമണത്തെ ഭയന്ന് ടെല്ലവീവിലേക്കാണ് IDFൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇത് ഞങ്ങൾക്ക് നല്ലൊരു അവസരമാണ്. ഈ അവസരം ഞങ്ങൾ പ്രയോജനപ്പെടുത്തുക തന്നെ ചെയ്യും. ഹിസ്ബുള്ള ഏത് നിമിഷവും ഇസ്രായേലിനെ ആക്രമിച്ചേക്കാം. സിറിയ വഴി ഞങ്ങൾക്കുള്ള ആയുധങ്ങൾ നൽകുന്ന ഇറാന്റെ സപ്ലൈ ലൈൻ കട്ട് ചെയ്തിരിക്കുകയാണെന്ന് ഇസ്രായേൽ വിശ്വസിച്ചിരിക്കുന്നു. അതിനൊരു മറുപടി കൂടിയാണ് ഞങ്ങളുടെ പുതിയ ആക്രമണം എന്ന് ഹിസ്ബുള്ള അടിവരയിട്ട് പറയുന്നു. അവരെ ഞങ്ങൾ പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും. ഏതായാലും ഹിസ്ബുള്ളയും സയനിസ്റ്റുകളുമായി വീണ്ടും ഒരു യുദ്ധത്തിന് കളമൊരുക്കുകയാണ്. അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ പുനരാരംഭിച്ചേക്കാം. അത് ഇസ്രായേലിനെ സംബന്ധിച്ച് മാരകമായ പ്രഹരമായിരിക്കാം ഇനി ഉണ്ടാകുന്നത്. കാരണം ഹൂത്തികളും ഹിസ്ബുള്ളയും രണ്ട് വശത്തു നിന്നും ആക്രമിക്കുന്നത് താങ്ങാനാവില്ല. ഈ സത്യം മനസ്സിലാക്കിയാണ് ഇപ്പോൾ ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ ഹൂത്തികൾ സൗദി അറേബ്യയെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. സൗദി അറേബ്യയോ അവരുടെ കൂലിപ്പടയാളികളോ ഏതെങ്കിലും കാരണവശാൽ യമനെ ആക്രമിച്ചാൽ സൗദി അറേബ്യയിലുള്ള അരാംകോയുടെ എണ്ണപ്പാടങ്ങൾ നിന്ന് കത്തും എന്നാണ് ഹൂത്തികൾ സൗദി അറേബ്യയെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അവരെ ഞങ്ങൾ ശിലായുഗത്തിലേക്ക് തിരിച്ചയക്കും. ഗസയിൽ നിന്നും ഞങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാൻ സൗദി അറേബ്യ സയനിസ്റ്റുകളുമായി ഒത്തുചേർന്നുകൊണ്ട് ഇപ്പോൾ യമനെ ആക്രമിക്കുന്നതിലേക്ക് ശ്രദ്ധ തിരിച്ചിരിക്കുകയാണ്. ഇത് സൗദി അറേബ്യയെ സംബന്ധിച്ച് വളരെ അപകടകരമായ ഒരു നീക്കം തന്നെയാണ്. ഞങ്ങൾക്ക് ഇനിയൊന്നും നോക്കാനില്ല. ഗസ സ്വതന്ത്രമാകുന്നത് വരെ ഞങ്ങൾ ഗസക്കാർക്ക് ഒപ്പം നിൽക്കും. കാരണം അവർ ഞങ്ങളുടെ സഹോദരങ്ങളാണ്. ഈ സൗദി അറേബ്യയും ഖത്തറും കുവൈറ്റും ഒക്കെ ഈ സയനിസ്റ്റുകൾക്കും അമേരിക്കയ്ക്കും ഒപ്പം കൂടിക്കൊണ്ട് അവരെ സഹായിക്കുകയാണ് എപ്പോഴും ചെയ്യുന്നത്. അവരുടെ സുഖവും സൗന്ദര്യവും മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. പലസ്തീന് എന്ത് സംഭവിച്ചാലും അവർക്കൊന്നും വരാനില്ല. ഇവരാരും പലസ്തീന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. പലസ്തീനെ ജനങ്ങൾ അവിടെ പട്ടിണിയാണ്.
എന്നിട്ടും ഇവരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ സഹായവും ഗസക്കാർക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അവർ സയനിസ്റ്റുകളെ ഭയക്കുന്നുണ്ട്. അവരുടെ സ്വൈര്യ ജീവിതത്തിന് ഈ സയനിസ്റ്റുകളും അമേരിക്കയും തടസ്സമാകുമോ എന്നവർ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഒരിക്കലും ഈ യുദ്ധത്തെ പിന്തുണയ്ക്കുന്നില്ല. ഗസ സയനിസ്റ്റുകൾ പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ സിറിയ പിടിച്ചെടുക്കുകയോ ലെബനോൻ പിടിച്ചടക്കുകയൊന്നും ഈ രാജ്യങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. അവർ സയനിസ്റ്റുകളുമായി ഏത് ഒത്തുതീർപ്പിനും തയ്യാറാണ്. ഇത് മനസ്സിലാക്കിയാണ് ഈ ഹൂത്തികൾ ഇപ്പോൾ സൗദി അറേബ്യയെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഹൂത്തികളെ സംബന്ധിച്ച് സൗദി അറേബ്യയെ ആക്രമിക്കാൻ വളരെയധികം എളുപ്പമാണ്. അവർ ഭീരുക്കളാണ് എന്ന് ഇവർക്ക് വ്യക്തമായി അറിയാം. തന്നെയുമല്ല, തുടർച്ചയായി 8 കൊല്ലമായിട്ട് ഈ സൗദി അറേബ്യയും ഹൂത്തികളുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഈ സൗദി അറേബ്യയ്ക്കോ അവരുടെ പ്രോക്സി സംഘടനകൾക്കോ ഒന്നും ഹൂത്തികളെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് ഹൂത്തികൾക്ക് ധൈര്യം നൽകുന്നുണ്ട്. അവരിലിപ്പോൾ മികച്ച ആയുധങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട്. റഷ്യയും ഇറാനുമൊക്കെ അവർക്ക് വളരെയധികം ആയുധങ്ങൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ആരെയും വെല്ലുവിളിക്കാനും ആക്രമിക്കാനും കഴിയും. ഇസ്രായേൽ പോലും ഈ ഹൂത്തികളുടെ ആക്രമണത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഹൂത്തികളുടെ മുന്നിൽ സൗദി അറേബ്യയൊക്കെ വെറും പുല്ലാണെന്നുള്ളതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് സൗദി അറേബ്യ ഈ സമയത്ത് പിന്മാറി നിൽക്കുക അല്ലെങ്കിൽ ഒരു നിശ്ചലാവസ്ഥയിൽ മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. പക്ഷേ അത് ഇവന്മാർ ഈ അവസരം നോക്കി ഹൂത്തികളെ അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് സൗദിക്ക് തന്നെയായിരിക്കും നഷ്ടം. അറബ് രാജ്യങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലും വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇതിൻ്റെ എല്ലാം കെടുതികൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് മലയാളി തന്നെയായിരിക്കും എന്നുള്ളതാണ് രസം. കാരണം ഈ അറബ് രാജ്യങ്ങളെ ആശ്രയിച്ചാണല്ലോ മലയാളികൾ ജീവിക്കുന്നത് തന്നെ. അപ്പോൾ അറബ് രാജ്യത്തുണ്ടാകുന്ന ഏതൊരു ചലനവും ഏതൊരു ബുദ്ധിമുട്ടുകളും മലയാളികളെ സംബന്ധിച്ച് നന്നായി തന്നെ ബാധിക്കും. ഇപ്പോൾ തന്നെ അറബ് രാജ്യങ്ങളിൽ മലയാളികൾക്ക് യാതൊരു ചാൻസും ഇല്ല. എന്നിട്ട് നമ്മളങ്ങോട്ട് ഇടിച്ചു പോരാൻ ശ്രമിക്കുന്നുണ്ട്. അവർ നമ്മളെ അടുത്ത് പുറത്തെറിയുന്നതാണ്. കാരണം നമുക്ക് പോകാൻ വേറൊരു ഇടമില്ല. യൂറോപ്പിലേക്കോ അമേരിക്കയിലേക്കോ ഒന്നും പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ അമേരിക്കയിലൊക്കെ കുടിയേറിയ ആൾക്കാർ ഒരിക്കലും രാജ്യത്തിന് ഗുണമൊന്നും ചെയ്യുന്നില്ല. അവരവിടെ തന്നെ സെറ്റിലാകുകയാണ്. ഇവിടെയുള്ള സ്ഥലമെല്ലാം വിറ്റ് കിട്ടിയ കാശുമായിട്ട് അമേരിക്കയിൽ പോയി അവിടെ സുഖമായിട്ട് അവർ ജീവിക്കുകയാണ്. അവർ നാടിനെ മറക്കുകയാണ്. ഈ മോഡി ഭരണം വന്നതിന് ശേഷം തന്നെ ഏതാണ്ട് 5 ലക്ഷത്തിലധികം ആൾക്കാർ ഇന്ത്യ വിട്ടിട്ടുണ്ട്. കാരണം ഇവിടെ ഇന്ത്യയിൽ ജീവിക്കാൻ ഇന്ത്യക്കാർക്ക് ഒട്ടും താല്പര്യമില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഇച്ചിരിയെങ്കിലും ആശ്വാസമാകുന്നത് ഈ ഗൾഫ് രാജ്യങ്ങളുടെ വരുമാനമാണ്. അവിടെ പോയി ആൾക്കാർ ജോലി ചെയ്തുണ്ടാകുന്ന ഇതാണ് നമുക്ക് ഏറ്റവും മെച്ചമായിട്ട് ഇന്ത്യക്ക് അല്ലെങ്കിൽ കേരളത്തിന് ഉണ്ടാകുന്നത്. അതും ഇപ്പോൾ ഏതാണ്ട് തീരാൻ പോകും. മാരെല്ലാം കൂടെ തമ്മിൽ അടിച്ചിട്ട് അതെല്ലാം തീർന്നു പോകുന്ന ലക്ഷണമാണ്. ഇതിനെല്ലാം ഒരു അറുതി ഉണ്ടാകും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ ഹിസ്ബുള്ളയും ഇസ്രയേലുമായി വീണ്ടും അതിഭയാനകമായ ഭീകരമായ യുദ്ധമുണ്ടാകും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. ഇസ്രയേലിൻ്റെ കാര്യം അതോടുകൂടി തീരുമാനമാകും എന്നും വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.